അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറുല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതുള്ള വാർത്തകൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ആക്സിഡൻ്റായിട്ട് എത്രയോ ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു. സന്തോഷത്തോടുകൂടി കുടുംബത്തോടൊന്നിച്ച് യാത്ര പോയ ആളുകൾ ചേതനറ്റ ശരീരമായി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാട്ടിലേക്ക് അവരുടെ ബോഡി മയ്യത്ത് കൊണ്ടുവരുന്ന വല്ലാത്ത വേദനാജനകമായ സംഭവങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രി സന്തോഷത്തോടെ കിടന്നിറങ്ങിയ ആളുകൾ രാവിലെ സുബഹിയാകുമ്പോഴേക്കും അവർ ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോയിട്ടുണ്ടാകാം. അങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങളും അപകട മരണങ്ങളും എല്ലാം വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം നമുക്ക് ഒക്കെ അത് വളരെയധികം വേദനയും ബേജാറും ഒക്കെ ഉണ്ടാക്കുന്നു. അള്ളാഹുവിൻ്റെ ഖദറും ഖളാവും എത്തിയാൽ, നമ്മുടെ അജലെത്തിയാൽ നമ്മൾ മരണപ്പെടും. എന്നാലും നമുക്ക് അത്തരം അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് സൂറത്ത് തൗബ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്ത്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ ചുരുങ്ങിയ വളരെ പെട്ടെന്ന് മനഃപ്പാഠം പഠിക്കാൻ പറ്റിയ ഒരായത്ത് കൂടിയാണ് ഇത്. ഈ രണ്ട് ആയത്തുകൾ എല്ലാ ദിവസവും രാവിലെ സുബ്ഹി നിസ്കരിച്ച ഉടനെ 7 പ്രാവശ്യം ഓതുകയും അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി 7 പ്രാവശ്യം ഓതുകയും ചെയ്യുക. ദുർമരണങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളും അപകട മരണങ്ങളും ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, നാം അള്ളാഹുവിൻ്റെ ഹിഫ്ളിലും ഹിബത്തിലുമായി വരും. ഇതിൻ്റെ പുറമെ ആയത്തുൽ കുർസിയും വളരെ ഫലം ചെയ്യുന്ന ഒന്നാണ്. ആയത്തുൽ കുർസി രാവിലെയും അതുപോലെ തന്നെ രാത്രിയും ആയത്തുൽ കുർസിയും ഓതാൻ നാം ശ്രമിക്കുക. അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും ഭാര്യ സന്താനങ്ങൾ എല്ലാവരെയും നമ്മെ സ്നേഹിക്കുന്ന ആരെല്ലാം എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാവരെയും അല്ലാഹു തആല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ശരീരം കീറിമുറിക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്നൊരവസ്ഥയിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. പ്രത്യേകം എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.